അർജുന ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്തും. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുന ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നടപടി ആരംഭിച്ചു. ഇയാൾക്കെതിരെ 23 കേസുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആയിങ്കി കണ്ണൂരിലെത്തിയതെന്നും ഇയാൾക്ക് ലോഡ്ജിൽ താമസിക്കാൻ ചിലർ സഹായം ചെയ്തുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർജുന ആയിങ്കിയെ സഹായിച്ചവർക്കായും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം ആയിങ്കിയുടെ FB പേജ് കൈകാര്യം ചെയ്തിരുന്നതായി കരുതുന്ന വിഷ്ണുവും ഒളിവിലാണ്. സുമേഷ് മൊറാഴ ഒപ്പമുണ്ട്. സുമേഷ്, ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതണോ? കാരണം കാപ്പ ചുമത്തപ്പെടുന്നു, ഒപ്പം തന്നെ ഇയാൾക്ക് ഒളിവിൽ സംരക്ഷണം കൊടുത്തവരെ കൂടിയാണോ പോലീസ് തേടുന്നത്? തീർച്ചയായും സജിത്ത്, ഏതായാലും ഈ അർജുന ആയിങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് തന്നെ ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി നൽകുക. ജില്ലാ പോലീസ് മേധാവി മുഖേനയാണ് റിപ്പോർട്ട് നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു അന്തിമ നടപടിക്രമങ്ങൾ ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളെ ഇനിയും പിടികൂടാനുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതായത് ആയിങ്കിക്ക് സഹായം നൽകുക, അതായത് ആയിങ്കിയെ ഒളിവിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകുക, യാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുക, അല്ലെ പണം നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇനിയും പിടികൂടാനുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാനുള്ള തീരുമാനത്തിലാണ് സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും അർജുന ആയിങ്കിയെ കുടുക്കാൻ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അർജുന ആയിങ്കിക്കെതിരെ കൂടുതൽ വകുപ്പുകളടക്കം ചുമത്തിയുള്ള നീക്കമാണ് പോലീസ് ഉണ്ടാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.